നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഉല്ലാസ കാഴ്ചകളാൽ സമ്പന്നമായ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. രസകരമായ അനുഭവങ്ങളിലൂടെ നമുക്ക് പുതിയ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് ഇനി നമ്മുടെ യാത്ര കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് വമ്പൻ സാറ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രീതിയിൽ പോയാ കുറച്ച് കഴിയുമ്പോ നമ്മുടെ സ്കൂൾ പൂട്ടിപ്പോകുമല്ലോ. മോട്ടു, ഈ വർഷം കഴിയുമ്പോ വമ്പൻ സാറ് റിട്ടയർ ആവും. പിന്നെ നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ എന്താവും? എന്താവാനാ, പൂട്ടിയത് തന്നെ. പുതുതായിട്ട് ഒരു കുഞ്ഞു പോലും നമ്മുടെ സ്കൂളിൽ ചേരുന്നില്ലല്ലോ. ആ, ഇന്ന് ഗവൺമെന്റ് സ്കൂളിൽ മക്കളെ ചേർക്കാൻ മാതാപിതാക്കൾക്ക് കുറച്ചില്ലല്ലേ. എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയം മതി. അവിടെ വലിയ ഫീസ് കൊടുക്കാൻ ആർക്കും ഒരു മടിയില്ല. നമ്മുടെ സ്കൂളിൽ പഠിച്ച് പ്രശസ്തരായ എത്രയോ പേരുണ്ട്. അവരിൽ ഒരാള് പോലും ഇപ്പൊ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലും. ശരിയാ, ഇവിടെ പഠിച്ച് നല്ല നിലയിലെത്തിയവർ ആരെങ്കിലും നമ്മുടെ സ്കൂളിനെ സഹായിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. ഇരിക്കാൻ നല്ല ബെഞ്ചില്ല, ആടി കളിക്കാത്ത ഡെസ്ക് ഇല്ല, എന്തിനേറെ മാഷുമാർക്ക് പഠിപ്പിക്കാൻ നല്ലൊരു ബോർഡ് പോലും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. അല്ല, പപ്പീസിന് ഇന്ന് സ്കൂളിലൊന്നും പോണ്ടേ? ഇന്ന് സ്മാർട്ട് ക്ലാസ് ആയിരുന്നു, ഉച്ചയ്ക്ക് തീർന്നു. സ്മാർട്ട് ക്ലാസ് അതെന്താ? നാട്ടിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? അത് നമ്മൾ സിനിമ കാണുന്നത് പോലെ പഠിക്കാനുള്ള വിഷയങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ചുമരിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു തരും. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്നു. പിന്നല്ലാതെ എന്റെ പപ്പ 50,000 രൂപയാ സ്മാർട്ട് ക്ലാസ്സിനായി ഡൊണേഷൻ കൊടുത്തത്. പിന്നെ പപ്പ കഴിഞ്ഞ ആഴ്ച തിരിച്ചുപോയി. ലീവ് ഒന്ന് നീട്ടിയെടുക്കാൻ വന്നതാ. ലീവ് നീട്ടിയെടുക്ക്? എന്താ പപ്പീസ് പറയണേ? പപ്പ ഇവിടെ ഗവൺമെന്റ് സർവീസിലാണല്ലോ മുൻപ് ജോലി ചെയ്തിരുന്നത്. ഒരു 3 വർഷത്തെ ലീവ് എടുത്ത പപ്പ ഗൾഫിലേക്ക് പറഞ്ഞത്. ഇവിടെ ഉള്ളതിന്റെ 5 ഇരട്ടി ശമ്പളം അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു വന്ന് 2 വർഷം കൂടി ലീവ് നീട്ടിയെടുത്തു. 2 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ ജോലിക്ക് വീണ്ടും കയറാം. തിരിച്ചിവിടെ കയറേണ്ടി വരില്ല. ഇവിടെ ഉള്ളതിന്റെ 5 ഇരട്ടി അവിടെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്തിനാ ഇവിടുത്തെ ജോലി? പപ്പ പറഞ്ഞത് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാ. കുറച്ചുനാൾ നാട്ടിൽ ജോലി ചെയ്താൽ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുമല്ലോ. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. എന്റെ നെറ്റിന്റെ ബാലൻസ് തീരാറായി. ഞാൻ പോയിട്ട് എനിക്ക് നെറ്റ് ചാർജ് ചെയ്യണം. പോരാത്തതിന് വീട്ടിൽ മമ്മിയുടെ നെറ്റും ചാർജ് ചെയ്യണം. അയ്യോ, നെറ്റ് ചാർജ് ചെയ്തെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കും? നമുക്ക് പോവാ. അവന്റെ പൊങ്ങച്ചം കണ്ടെന്നാലേ നമ്മൾ സ്റ്റേജായി മാറും. എന്നാലും പപ്പീസിനെ പോലെ ആയാ മതിയായിരുന്നു. സ്കൂൾ ബസ്, സ്മാർട്ട് ക്ലാസ്, മൊബൈൽ ഫോൺ, കോത്തിയാവുന്നു. എന്റെ മോട്ടു, നമുക്ക് ഇതൊക്കെ മതി. നമ്മുടെ നാട്, നമ്മുടെ സ്കൂള്, എന്തിനു നമ്മുടെ വമ്പൻ സാറിനെ പോലെ ഒരാളെ ഏത് സ്കൂളിൽ കിട്ടും? പറഞ്ഞത് ശരിയാട്ടാ. നമുക്ക് വേഗം പോവാൻ നോക്കാം. വീട്ടിൽ നിന്ന് കളിക്കാനുള്ളതാ. അയ്യോ അമ്മേ, രക്ഷിക്കണേ. അല്ല, ഇതെന്ത് പറ്റി? തല കറങ്ങിയതാ. കുറച്ച് വെള്ളം കെട്ടിയിരുന്നെങ്കിൽ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വെള്ളം കൊണ്ടുവരാം. പോയിട്ട് വാ. അമ്മാവൻ ആരാ? എവിടുന്നാ? ഞാൻ ഈ നാട്ടിൽ പുതിയതായി വന്നതാ. ഇവിടെ ആരെയും എനിക്ക് പരിചയമില്ല. അതൊന്നും സാരില്ലെന്നേ.
പീലി ദേ ഇപ്പൊ വെള്ളം കൊണ്ടുവരും. ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല ഓട്ടക്കാരിയാണ് പീലി. അതെയോ? ആ അതെ അതെ, പീലി ഓടി തോപ്പിക്കാൻ ഈ നാട്ടില് ആർക്കും പറ്റില്ല. ദേ പീലി എത്തിട്ടാ. വെള്ളം താ. വെള്ളം മെല്ലെ. ഞാൻ പിടിക്കാം. മെല്ലെ ഒഴിച്ചു കൊടുക്ക്. ഇത് പിടിച്ചോ. പിടിച്ചോ, വേഗം പിടിക്ക്. പിടിച്ചോ. ഒന്നുമില്ല, വെള്ളം കുടിച്ചു കഴിയുമ്പോ ശരിയാവുന്നേ. ഞാൻ പിടിക്കാം. ആശ്വാസായി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ആശ്വാസായി. കാലത്ത് ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ലേ, അതെയോ? അതുകൊണ്ടാന്നാ തോന്നണേ ഈ തല കറക്കം വന്നത്. അമ്മാവൻ കുറെ നേരമായോ തല ചുറ്റിയിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ആ, കുറച്ച് സമയമായി. ഇതുവഴി വേറെ ആരും വന്നില്ലേ? ഉവ്വ്, ഒരു പയ്യൻ വന്നിരുന്നു. അവൻ വരുമ്പോ ഞാൻ ഇവിടെ കിടക്കായിരുന്നു. എന്നിട്ട് ഞാൻ കിടക്കുന്നതിന്റെ കുറച്ച് ചിത്രങ്ങള് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അവൻ അങ്ങ് പോയി. നിങ്ങള് വന്നില്ലായിരുന്നെങ്കിൽ. സാരില്ലെന്നേ, അതെല്ലാം കഴിഞ്ഞില്ലേ. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഞങ്ങള് കൊണ്ടുവന്നാക്കാന്ന്. അതെ, ഞങ്ങള് കൊണ്ടുവിടാന്നേ. ദേ പീലി, ഈ ബാഗ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ. എന്റെ ബാഗും പിടിച്ചോ. ഞങ്ങൾ ഇദ്ദേഹത്തെ വീട് വരെ ഒന്ന് എത്തിച്ചതിന് ശേഷം വരാം. മക്കളെ, വേണ്ട മക്കളെ, ഞാൻ പതുക്കെ നടന്നു വേണ്ട. പോയിക്കോളാം. നിങ്ങളുടെ നല്ല മനസ്സിന് 1000 നന്ദിയുണ്ട് കേട്ടോ. എന്റെ ബാഗ് എടുക്കട്ടെ. പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ എനിക്ക് പോകണ്ട അമ്മാവാ. അങ്ങനെ പോകാമോ? എല്ലാം സൂക്ഷിച്ചു പോണേ. അല്ല, നമ്മുടെ പപ്പീസ് അല്ലേ ഈ അമ്മാവൻ പറഞ്ഞ കക്ഷി? ഫോട്ടോ എടുത്തു പോയി എന്ന് പറഞ്ഞത്. ആ പപ്പീസ് അവന് വഴിയുള്ളൂ. പിന്നെ ആരാ? വേറെ ആരും ഫോൺ പിടിച്ചു വരുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. നമ്മള് വരുന്ന വഴിക്ക് കണ്ടതല്ലേ അവനെ? അവൻ തന്നെ ആയിരിക്കും. അയ്യോ. വാ, 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 വാ. വീണു. വേഗം പിടിക്കും അപ്പോഴേ പറഞ്ഞല്ല മാവ, ഒറ്റയ്ക്ക് പോണ്ടെന്ന്. ഞങ്ങൾ സഹായിക്കാം. പീലി ദേ നീ പോയിക്കോ. ഞങ്ങൾ അല്പം വൈകുന്ന് ഞങ്ങളുടെ വീടുകളിലൊന്ന് പോയിട്ട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. പതുക്കെ നടക്ക് അമ്മാവ. മെല്ലെ. അങ്ങനെ അപ്പൊ അമ്മാവൻ എവിടേക്ക് വന്നതാ അത് പറയും. ഓ, എന്റെ ദൈവമേ, പാവം. ഇതെന്ത് കഷ്ടമാ. കറണ്ട് പോയാൽ ഫോണിന് റേഞ്ച് പോകുന്ന വേറൊരു സ്ഥലം ഈ ലോകത്തിലുണ്ടാവുമോ നാശം പിടിക്കാനായിട്ട്? രക്ഷപ്പെട്ടു, റേഞ്ച് കിട്ടി. ആ അമ്മാവൻ റോട്ടിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇതുവരെ ഒറ്റ ലൈക്കും കിട്ടിയില്ലല്ലോ. വല്ല പെൺകുട്ടികളുമാണ് ഇത്തരം ഫോട്ടോ ഇട്ടതെങ്കിലേ എത്ര കമന്റാ കിട്ടുക. ആരാ കിടക്കുന്നേ? മരിച്ചതാണോ, ചത്തോ, ജീവിച്ചോ? വന്നല്ലോ ഒരെണ്ണം. ആരാ കൂടെയുള്ളത്? നിന്റെ അമ്മാവനാണോ? പിന്നെ നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. എന്റെ അല്ലടാ, നിന്റെ ആ വഴിയിൽ കിടക്കുന്നത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാ. പപ്പീസ് ഇരിക്കുന്നു. ഒരാള് ചീത്ത പറഞ്ഞപ്പോ എന്താ ഒരു സന്തോഷം. എന്താ പപ്പീസ് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണത്? നല്ല സന്തോഷത്തിലാണല്ലോ. ഈ ഫേസ്ബുക്കിൽ ഓരോരോ കാര്യങ്ങളെ. അല്ല, നിങ്ങൾ എന്താ നേരം വൈകിയത്? ഞങ്ങള് ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിക്ക് വഴിയരികില് പ്രായമായ ഒരാൾ തലച്ചുറ്റിരിക്കണ കണ്ടു. ഓഹോ, ആളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണ്. ദേ ഈ കാണുന്ന ആളാണെന്ന് നോക്കിക്കേ. ദാ നോക്കൂ നോക്കൂ നോക്കൂ. എവിടെ നോക്കട്ടെ? ആ അതെ അതെ, ഇയാള് തന്നെ. ഉം. അപ്പോ നീയാണല്ലേ ഫോട്ടോ എടുത്തു പോയത്? അതെ, അത് ഞാൻ തന്നെ. കൊള്ളാം. അമ്മേയോ, രക്ഷിക്കണേ, കുറച്ച് വെള്ളം. ഓഹോ, കൊള്ളലോ. നല്ലൊരു ഫ്രെയിം കിട്ടുന്നില്ലല്ലോ. കാർന്നവരുടെ കാറ്റ് പോയോ? മരിച്ചിട്ടില്ലല്ലേ? എങ്കിൽ നമുക്ക് നല്ലൊരു സെൽഫി എടുക്കാൻ പറ്റും നോക്കണം. നല്ലൊരെണ്ണം പോലും കിട്ടിയില്ല. എന്തായാലും
ഒരു കിടിലൻ സെൽഫി എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മാവോ അമ്മാവോ ഒന്ന് സഹകരിക്കുക അമ്മാവോ. അങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് 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 അവിടെ കട. ഇത് കൊള്ളാം. വഴിയരികിൽ ഒരു കൈത്താങ്. ഈ ക്യാപ്ഷനോടെ ഫേസ്ബുക്കിലിടാം. ഇടയ്ക്ക് ഇത്തരം ഫോട്ടോകൾ ഇട്ടാലല്ലേ പെൺകുട്ടികൾക്കിടയിൽ ഒരു ബതിപ്പുണ്ടാവുകയുള്ളൂ. കാരണവരെ ഇവിടുന്ന് 2 വളവ് കഴിഞ്ഞാൽ ഒരു വീടുണ്ട്. അവിടെ പോയി ചോദിച്ചാലേ നല്ല ഐസ് വാട്ടർ കിട്ടും, നല്ല ശുദ്ധമായ വെള്ളം. എന്നാ ഞാൻ പോട്ടെ. കുറച്ച് വെള്ളം മോനെ. ഞാൻ ഒരു വട്ടം പറഞ്ഞാലേ അത് 100 തവണ ചൊന്ന മാതിരി അവിടെ പോയി ചോദിച്ചാ മതി. ബൈ ബൈ. അത് ശരി. നിങ്ങൾക്കിത് എന്ത് പറ്റി? എന്റെ പപ്പീസെ, നീ ഫോട്ടോ എടുത്ത് കളിച്ച അദ്ദേഹം ഹരിതദേശീയ അവാർഡ് കിട്ടിയ കിഷ്കുമാഷ. ആരായാലും എന്താ ഇത് കണ്ടോ? ആ ഫോട്ടോക്ക് ഇപ്പൊ 18 ലൈക്കായി. ഗംഭീരേ, നമുക്ക് പോവാം. നേരെ വൈകി. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, പിന്നെ റേഞ്ച് പോയി. റേഞ്ചേവാ. ഇത് തന്നെയല്ലേ പപ്പീസിന്റെ വീട്? അതെ അതെ. ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ ട്യൂഷൻ മാസ്റ്റർ കിഷ്കു. പപ്പീസിന് ട്യൂഷൻ എടുക്കണമെന്ന് അവന്റെ പപ്പ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ പപ്പീസിന്റെ പപ്പിയായ കപ്പീസിനെ സ്കൂളിൽ പഠിപ്പിച്ചത് ഞാനാ. ഓ മനസ്സിലായി. എന്നാ പിന്നെ പപ്പീസിനെ വിളിക്കാം. വാ 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 സാറേ. പപ്പീസേ, പപ്പീസ്, ഇവരിത് എവിടെ പോയി കിടക്കുവാ? പപ്പീസേ, പപ്പീസേ. വാ സാറേ, ഇരിക്കേ. ഈ വല്യപ്പച്ചനെ കൊണ്ട് തോറ്റു. എന്തിനാ വിളിച്ചത്? ഇത് നിന്റെ ട്യൂഷൻ മാസ്റ്റർ ആണ്. പപ്പ ഗൾഫിൽ നിന്ന് വിളിച്ച് ഏർപ്പാടാക്കിയതാണ്. അയ്യോ, നമ്മള് ഇതിനു മുമ്പ് കണ്ടുപരിചയമുണ്ടല്ലോ. അതിന് സാധ്യതയൊന്നും അല്ല, വളരെ മുൻപരിചയമുണ്ട് കേട്ടോ. അത് സാറിന് തോന്നിയതാവും. അങ്ങനെയല്ല. ഒരു മുൻ അധ്യാപകനായി എനിക്ക് ഒരാള് ഒരിക്കൽ കണ്ട വീണ്ടും ഓർത്തെടുക്കാൻ വളരെ എളുപ്പാ. അതെ, അത് തന്നെ. എന്താ ഈ മാഷ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയാമോ? കുറച്ചു നേരം മുമ്പ് ഞങ്ങളൊന്ന് കണ്ടിരുന്നു. ആ വട്ടപ്പാറ വളവിൽ ഞാൻ തലചുറ്റി വീണ് കിടക്കുമ്പോ ഇവൻ വന്നൊരു സെൽഫി എടുത്ത് ഓടിക്കളഞ്ഞു. ഒരു തുള്ളി വെള്ളം തരാനോ എന്നെ വീട് വരെ എത്തിക്കാനോ ഇവൻ തയ്യാറായില്ല. ന്യൂ ജനറേഷൻ അല്ലേ, എന്തിനും ഏതിനും ഫോണുമായി നടക്കുന്നവൻ. സാർ, അതെനിക്കൊരു തെറ്റ് പറ്റിയതാ. സാർ എന്നോട് ക്ഷമിക്കണം. അതെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നിനക്ക് ഞാനൊരു വഴിപോക്കനാ. പക്ഷേ ഇപ്പൊ മുതല് എനിക്ക് നീ ഒരു ശിഷ്യനാ. കുറച്ചു നാളായി പപ്പീസിന്റെ നടപ്പിനെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് മാറി. ഇനി എല്ലാം കിഷ്കുമാഷിന്റെ കയ്യിലാണ്. നാളെ മുതൽ ക്ലാസ് ആരംഭിക്കുന്നു. രാവിലെ 5 മണിക്ക് പപ്പീസ് ഉണരണം. പ്രഭാത കൃത്യങ്ങൾക്ക് 20 മിനിറ്റ്, തുടർന്ന് 20 മിനിറ്റ് വ്യായാമം, തുടർന്ന് കുളിക്കാൻ 10 മിനിറ്റ്, അടുത്ത 10 മിനിറ്റിൽ വസ്ത്രം മാറി പുസ്തകം എടുത്ത് കൃത്യം 6 മണിക്ക് ഈ ഇറയത്ത് ഹാജരാകും. അപ്പോഴേ നാളെ കാണാം. ഞാൻ ഇറങ്ങുവാ. ഈശ്വര, എന്റെ പൊന്നു വല്യപ്പച്ചനോട് ചേർന്നുകൊണ്ടാണോ ഈ ചതി ചെയ്തത്? ഇതിലെന്ത് ചതിയാ ഉള്ളത്? എന്നാലും രാവിലെ 8 മണിക്ക് ഉണരുന്ന ഞാൻ നാളെ മുതൽ 5 മണിക്ക്. സർവേശ്വര, ശക്തി തരൂ. സമയം പോയല്ലോ. ഇത് ഇത്തിരി കഷ്ടമായി പോയി.
മൂടി പൊതിച്ച് കിടക്കേണ്ട സമയത്താ ഈ കഷ്ടപ്പാട്. ഇനി വ്യായാമം, ട്യൂഷൻ, സ്കൂള്. ഓ തോറ്റു. ആ ഈശ്വര, സമയം പോയല്ലോ. ഇപ്പൊ 6 മണിയാവും. കിഷ്ക് മാഷ് ഇപ്പൊ വരും. എന്റെ അമ്മോ. ഓ തണ്ടല് വേദന എടുക്കുന്നു. എന്റെ അമ്മോ ഈശ്വര. പൂർണ്ണമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പഠനത്തോട് മാത്രമല്ല ലോകത്തോടും ഭൗതിക യാഥാർത്ഥ്യങ്ങളോടുമുള്ള നമ്മുടെ ബന്ധത്തെ ഋജുവും ഭാവാത്മകവുമാക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ശക്തിയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആന്തരിക സത്തയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ മാത്രമല്ല, പുറമെ നടക്കുന്ന സംഭവങ്ങളെ ശരിയായി വിലയിരുത്താൻ നാം പഠിക്കേണ്ടതുണ്ട്. പഠനത്തോടൊപ്പം നാടിനും നാട്ടാർക്കും ഗുണപ്രധാനമായ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിക്ക് അഴകും മാർജവും വർദ്ധിക്കുന്നു. ഇതാര് ഗംഭീരോ? അത് സാറേ, എന്താ ഈ വഴിക്ക്? പപ്പീസിനെ കാണാൻ വന്നതാ. പപ്പീസെ, ക്രിസ്തുമസ് പ്രമാണിച്ച് സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് കേക്ക് വാങ്ങി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കാമോ? തീർച്ചയായും. കിഷ്ക് മാഷ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. വിദ്യാഭ്യാസം എന്നത് കുറെ അധികം കാര്യങ്ങൾ മനഃപാഠമാക്കുന്നതല്ല, ആത്മാർത്ഥതയോടെ സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. വഴിയരികിൽ വീണ് കിടന്ന് എന്നെ ശുശ്രൂഷിക്കാനും വീട്ടിലെത്തിക്കാനും മുന്നിട്ടിറങ്ങിയത് ഈ കാട്ടിലെ സാധാരണക്കാരനായ ഗംഭീറിനെ പോലുള്ള വിദ്യാർത്ഥികളാ. അവർക്കതിന് കഴിഞ്ഞത് അവരെ വഴി നടത്തിയ നല്ല അധ്യാപകർ ഉള്ളതിനാലാ. പപ്പീസെ, എന്നാലാവുന്ന വിധത്തിൽ നല്ലൊരു അധ്യാപകനാവാൻ ഞാൻ ശ്രമിക്കാം. നല്ലൊരു വിദ്യാർത്ഥിയാകാൻ പപ്പീസും ശ്രമിക്കണം. എന്തെന്നാൽ ഹൃദയനൈർമല്യമുള്ളവർ ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തെ കണ്ടെത്തുന്നവർ. അനുഭവ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നമുക്ക് പോകാം ടിങ്കുവിന്റെ കുസൃതി വിരുന്നിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, ടിങ്കുവിന് ഒരുപാട് ഹോബീസ് ഉണ്ട്. നമുക്ക് ടിങ്കുവിൻ്റെ അടുത്ത് ചോദിച്ചാലോ, എന്തൊക്കെയാണ് ടിങ്കുവിൻ്റെ ഹോബീസ് എന്ന്? ഞാൻ അറിയാം അങ്കിൾ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താ? ഞാൻ അറിയട്ടെ. ആ, എന്താ അത്? എനിക്ക് അറിയട്ടെ. ആ പറ, പെട്ടെന്ന് പറ. ഞാൻ അറിയാം. ആ പെട്ടെന്ന് പറ. യാത്ര ചെയ്യുന്നു. ഓ, യാത്ര ചെയ്യുന്നതാണ് ടിങ്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഓക്കെ, എവിടെയൊക്കെ യാത്ര പോകാറുണ്ട്? എനിക്ക് ഒരുപാട് സ്ഥലത്ത്. ഓ, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനായിട്ട് ഇഷ്ടം? ദൈവം ഉണ്ടാക്കിയ പ്രകൃതി. ആ, ദൈവമുണ്ടാക്കിയ പ്രകൃതികൾ കണ്ട് സന്തോഷിക്കുന്നത് ടിങ്കുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെയോ? ഊഞ്ഞാലാടുന്നത് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു യാത്രയൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിയമങ്ങൾ പാലിക്കണം അല്ലേ? നമ്മളെ ലീഡ് ചെയ്യുന്ന ആളുകളുടെ നിയമങ്ങൾ, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ നിയമങ്ങൾ നാം കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ആ യാത്ര വളരെ സന്തോഷകരമായി മാറുകയുള്ളൂ. അപ്പം നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാമും ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ആഹാ, ഇതിനെക്കുറിച്ചുള്ള വാക്യം നിനക്കറിയാമോ? എന്നാ ഒന്ന് പറഞ്ഞേ. സങ്കീർത്തനങ്ങൾ 119. ഓ, വെരി ഗുഡ്. നല്ലൊരു വാക്യമാണ്. നമുക്കതൊന്ന് കേട്ട് കളയാം അല്ലേ? നീ തനിയെ പറയാമോ? ഓക്കെ, എന്നാ പറഞ്ഞോ. ഞാൻ ഇല്ല, ഞാൻ പറയത്തില്ല, നീ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഓ, ഇതാര് പറഞ്ഞതാണ്? രാജാവായ ദാവീദ്. ഓ, രാജാവ് പറയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന്. രാജാവിന് വേണമെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യാം അല്ലേ? അതെ അങ്കിൾ. പക്ഷെ രാജാവ് പോലും പറയാണ്,
ഞാൻ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. പ്രിയ കൂട്ടുകാരെ, ഒരു രാജാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ നിയമത്തെ പാലിക്കേണ്ടവരാണ്. നിയമം പാലിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്നോ? ബൈബിളിൽ ഇസ്രായേൽ മക്കളെ നയിച്ച ചില നേതാക്കന്മാരുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇസ്രായേലിനെ ആദ്യമായി നയിച്ച വ്യക്തിയുടെ പേരെന്താണ്? മോശയാണല്ലേ. ഓക്കെ, മോശയ്ക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ്റെ പേരറിയാമോ? എന്താ ശിഷ്യൻ്റെ പേര്? യോശുവ. വളരെ ഉത്തരം ശരിയാണ്, വളരെ കറക്റ്റാണ്. എന്താ ഉണ്ടായത്? യോശുവയുടെ കാലത്ത് ഒരു കാര്യമുണ്ടായി. യോശുവയും കൂട്ടാളികളും എപ്പോഴും യുദ്ധത്തിനൊക്കെ പോകും. കാരണം അവർക്ക് ചില പട്ടണങ്ങൾ പിടിച്ചെടുക്കാനായിട്ടുണ്ട്. ദൈവഹിതത്താലാണ് അവർ യുദ്ധങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ യുദ്ധത്തിന് പോയാലും അവർ ജയിക്കും. എന്താണ് അതിൻ്റെ കാരണം? കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെയുണ്ട്. മാത്രമല്ല ദൈവത്തിൻ്റെ നിയമങ്ങൾ അവരെപ്പോഴും പാലിക്കുന്നവരുമായിരുന്നു. എന്നിട്ട് എന്തുണ്ടായെങ്കിൽ ഒരിക്കൽ ഒരു ചെറിയ പട്ടണം അവർക്ക് പിടിച്ചടക്കണമായിരുന്നു. ഏത് പട്ടണം? ആ പട്ടണത്തിൻ്റെ പേര് ഹായ് പട്ടണം എന്നാണ്. എന്താ പേര്? ഹായ് പട്ടണം. ഓക്കെ, ഈ പട്ടണം പിടിച്ചടക്കാനായിട്ട് ചില ആളുകളെ വിട്ടു. അവർ പറഞ്ഞു, സാധാരണ പോകുന്നത് പോലെ ഒരുപാട് പേരൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹായ് പട്ടണം വളരെ ചെറുതാണ്, ഞങ്ങൾ തനിയെ പോയി അത് യുദ്ധം ചെയ്തു വരാം. അങ്ങനെ കുറച്ചാളുകൾ മാത്രമായി യുദ്ധം ചെയ്യുവാനായിട്ട് അവർ ഹായ് പട്ടണത്തിലേക്ക് പോയി. പിന്നെന്തുണ്ടായി? പക്ഷേ ഹായ് പട്ടണത്തിലെ ആളുകളെ അവർക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ തോറ്റ് ഓടി തിരികെ എത്തി. മാത്രവുമല്ല, യുദ്ധത്തിന് പോയ ഒരുപാട് പേർ ആ യുദ്ധത്തിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കാനായിട്ടൊരു കാരണമുണ്ട്. യോശുവ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താ ഇതിന് കാരണം? ഞങ്ങളെപ്പോഴും യുദ്ധത്തിന് പോയി നല്ല വിജയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. എന്താ അതിൻ്റെ കാരണം? ദൈവം എന്ത് പറഞ്ഞു? അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളിൽ ഒരു വ്യക്തി നിയമം ലംഘിച്ചിരിക്കുന്നു. അതാരാണെന്ന് കണ്ടെത്തുവാനായിട്ട് യോശുവ പിറ്റേ ദിവസം ഇസ്രായേലിനെ മുഴുവൻ വിളിച്ചു വരുത്തി. എന്നിട്ട് അന്നുള്ള കാലത്തിനനുസരിച്ച് ചെയ്യുന്നത് പോലെ അവർ നറുക്കിട്ടു. ആ നറുക്ക് വീണത് ആഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. ആ ഇസ്രായേലിൽ അവരോടുകൂടെ മുമ്പ് യുദ്ധത്തിന് പോയൊരു വ്യക്തിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആഹാനെ യോശുവ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, മോനെ, നീ എന്ത് തെറ്റാണ് ചെയ്തത്? കണ്ടില്ലേ ഇസ്രായേൽ ജനം തോറ്റുപോയത്? അതിൻ്റെ കാരണം നീയാണ്. എന്താണ് നീ ചെയ്ത തെറ്റെന്ന് എന്നോട് പറയുവാനായിട്ട് യോശുവ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു? പിന്നെ അവനെ പിടിച്ചപ്പോൾ അവന് പറയാതിരിക്കാൻ പറ്റിയില്ല. അവൻ ഉടനെ യോശുവോട് പറഞ്ഞു, ഇതിനു മുമ്പ് യുദ്ധത്തിന് പോയപ്പോൾ ഞാനൊരു നിയമം ലംഘിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ യുദ്ധത്തിന് പോയാൽ അവിടെയുള്ള വിലയേറിയ വസ്തുക്കളൊന്നും എടുക്കാനായിട്ട് പാടില്ല. പക്ഷേ ഈ ആഹാൻ മുമ്പ് യുദ്ധം ചെയ്യാൻ പോയ സ്ഥലത്ത് അവിടുത്തെ ഒരു ബാബിലോണിയ മേലങ്കി നല്ല മനോഹരമാണ്, അതവിടുന്ന് എടുത്തു. മാത്രമല്ല കുറച്ച് പൊന്നും കുറച്ച് സ്വർണമൊക്കെ എടുത്ത് തൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചു. ആരും അറിഞ്ഞില്ലെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ദൈവം അറിഞ്ഞല്ലേ? പിന്നെ ദൈവം അറിഞ്ഞു. കാരണം ദൈവം ആരാണ്? സർവജ്ഞാനിയാണ്. അതെ, ദൈവം സർവജ്ഞാനിയാണ്. ആ സർവജ്ഞാനിയായ ദൈവം അത് മനസ്സിലാക്കി. നിയമം ലംഘിച്ചപ്പോൾ അവർക്കവിടെ പരാജയം സംഭവിച്ചു. ഇനി എന്തുണ്ടായെങ്കിൽ ദൈവം ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് ശിക്ഷ നൽകുവാനായിട്ട് പറഞ്ഞു. യോശുവ ആഹാനെയും കുടുംബത്തെയും കൊണ്ടുപോയിട്ട് ഒരു താഴ്വരയിൽ കൊണ്ടുപോയി അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. നോക്കിയേ, ഒരു തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ശിക്ഷ എത്രയോ വലുതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൻ്റെ നിയമത്തെ പാലിച്ച് ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് പാപം ചെയ്യാതെ നമ്മുടെ ജീവിതം വിശുദ്ധമായി മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലായെങ്കിൽ ഞാനും ദൈവവചനത്തെ അനുസരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന നല്ല കുട്ടികളായി മാറട്ടെ. ഓക്കെ, ടാറ്റാ. കാട്ടിലെ കൂട്ടുകാരോടും ടിങ്കുവിനോടും നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നത് അവർക്ക് വലിയ സന്തോഷമാകും. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കളിയും പഠനവും വിനോദവും നിറഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.